ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ 6th ചാപ്റ്റർ എടുക്കാൻ പോകുന്നത് ലൈൻസ് ആൻഡ് ആംഗിൾസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കുറച്ച് ബേസിക് ടേംസ് ആൻഡ് ഡെഫിനേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് ലൈൻ സെഗ്മെൻ്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു പാർട്ട് ഓഫ് ലൈൻ വിത്ത് 2 എൻഡ് പോയിൻറ്റ്സ് ആണ്. ലൈൻ്റെ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ എൻഡ് പോയിൻറ്റോട് കൂടിയ ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ലൈൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ നമ്മൾ കൊളീനിയർ പോയിൻറ്റ്സ് എന്താ, നോൺ കൊളീനിയർ പോയിൻറ്റ്സ് എന്താണ്. കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ഒരേ ലൈനിൽ കിടക്കുന്ന 3 or more പോയിൻറ്റ്സ് ഇപ്പോൾ ഒരേ ലൈനിലാണെങ്കിൽ ആ പോയിൻറ്റ്സ് നമുക്ക് എന്തെന്ന് പറയാം, കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയാം. ഒരേ ലൈനിലല്ലെങ്കിൽ നമുക്കതിനെ നോൺ കൊളീനിയർ പോയിൻറ്റ്സ് എന്ന് പറയാം. പിന്നെ ആംഗിൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, 2 റേസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ആംഗിൾ. വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ എൻഡ് പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, വെർട്ടെക്സ് എന്ന് പറയുന്നത്. പിന്നെ അക്യൂട്ട് ആംഗിൾ എന്ന് വെച്ചാൽ ലെസ് ദാൻ 90 ഡിഗ്രി, റൈറ്റ് ആംഗിൾ 90 ഡിഗ്രി, മോർ ദാൻ 90 ഡിഗ്രി ബട്ട് ലെസ് ദാൻ 180 ആണെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. പിന്നെ നമ്മൾ പഠിക്കുന്ന സപ്ലിമെൻ്ററി ആംഗിളും കോംപ്ലിമെൻ്ററി ആംഗിളും. സം ഓഫ് 2 ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കതിനെ കോംപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയാം. സം ഓഫ് 2 ആംഗിൾ 180 ഡിഗ്രി ആണെങ്കിൽ നമുക്കതിനെ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയാം. പിന്നെ അഡ്ജസൻ്റ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ, ഒരു ലൈനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ അടുത്തടുത്തുണ്ടാവുന്ന 2 ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്ജസൻ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. ലീനിയർ പെയറോ, അഡ്ജസൻ്റ് ആംഗിളിൻ്റെ സമ്മ 180 ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, നമുക്ക് ലീനിയർ പെയർ എന്ന് പറയാം. അപ്പോൾ ലീനിയർ പെയർ എന്ന് പറയുമ്പോൾ ഒരു ലൈനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് അടുത്തടുത്തുണ്ടാകുന്ന ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും, നമുക്ക് ഇൻറ്റേർണൽ ആംഗിളിൻ്റെ എക്സ്റ്റേണൽ ആംഗിളിൻ്റെ കൂടെ സം നമുക്ക് എത്രയായിരിക്കും, നമുക്ക് 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ നമുക്കറിയാം, 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ട് ഓപ്പോസിറ്റിലുണ്ടാകുന്ന ആംഗിൾസിനാണ് നമ്മൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. സോ സം ഓഫ് 2 adjacent ആംഗിൾ ഈസ് 180, they are called linear pair of angles. ഇതൊക്കെ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ if 2 lines theorem 6.1 പറയുന്നത്, if 2 lines intersect each other then the vertically opposite angles are equal. നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, 2 ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളത് അറിയാവുന്ന കണ്ടീഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രോബ്ലത്തിലേക്ക് കടക്കാനായിട്ട് നമുക്ക് എക്സാമ്പിൾ 1 നോക്കാം. എക്സാമ്പിൾ 1 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എഴുതിക്കോ. എക്സാമ്പിൾ 1, in the figure line PQ RS intersect each other at O if POR and ROQ and ratio നമുക്കറിയാം, angle POR is to angle ROQ equal to 5:7. find all the angles ആണ് ചോദ്യം വന്നിരിക്കുന്നത്. നമുക്കിത് 2 രീതി ചെയ്യാം. ഒന്ന് ടെക്സ്റ്റ് ബുക്കിലെ പോലെ ചെയ്യാം, പക്ഷേ എളുപ്പമുള്ള രീതി ഞാൻ ഈ പറയുന്നതായിരിക്കും. നമുക്ക് ഏത് റേഷ്യോയുടെ ക്വസ്റ്റ്യനും വന്നാൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അതങ്ങനെ ചെയ്യുന്നതായിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് എന്നിട്ട്. അപ്പോൾ നോക്കി, PORൻ്റെയും ROQൻ്റെയും റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 5:7 ആണ്. എപ്പോഴും റേഷ്യോ എന്നാൽ നമ്മളെങ്ങനെ ഒറിജിനൽ കണ്ടുപിടിക്കുന്നത്, നമ്മൾ പറയാം ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 1:2, ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും തമ്മിലുള്ള റേഷ്യോ 1:2 ആണെന്ന് പറയുക. അതിൻ്റെ മീനിങ് എന്താ, അവിടെ ഒരു കുട്ടിയും ഒരു ഗേളും 2 ആൺകുട്ടിയും ഉണ്ടെന്ന അവരുടെ റേഷ്യോ ആണ് 1:2 പറഞ്ഞത്. ശരിക്കും അതാണ് ഒറിജിനൽ നമ്പർ 1 2 എന്ന് പറയുമ്പോൾ ഒരു ആൺകുട്ടി 2 പെൺകുട്ടി എന്നാണോ മീനിങ്? അല്ല, ഏതോ ഒരു വലിയ നമ്പർ ഉണ്ട്, അതിനെ കട്ട് ചെയ്താണ് നമ്മൾ എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്, 1:2 എന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് 50:100 പറയരുത്, അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1:2 അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അവിടെ 50 ഗേൾസും 100 ബോയ്സും അതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം റേഷ്യോ എങ്ങനെ നമുക്ക് കിട്ടുന്നത്, ഒറിജിനലായിട്ട് ഏതൊരു നമ്പർ ഉണ്ട്, ആ നമ്പറിനെ കട്ട് ചെയ്താണ് നമുക്ക് സ്മോളസ്റ്റ് ഫ്രാക്ഷനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന റേഷ്യോയെ ഒരു കോമൺ ആയിട്ടൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ ഇന്നത്തെ കേസ് നമ്മൾ 50 100 പറഞ്ഞു, അതിനെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ 1:2 വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ടാണ് കട്ട് ചെയ്തത്, 50 കൊണ്ടല്ലേ കട്ട് ചെയ്തത്. അപ്പോൾ റേഷ്യോ എന്നിട്ട് ഒറിജിനൽ കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നമ്മൾ ആ നമ്പറിനെ നമ്മൾ ഇൻറ്റു ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആംഗിൾ POR ഞാൻ 5x ആയിട്ട് എടുത്തു, ആംഗിൾ ROQ
7x ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ആംഗിൾ എത്രയാ? 5x. ഇത് എത്രയാ? 7x. നമുക്കറിയാം 5x + 7x = 180. റീസൺ എന്താ? ലീനിയർ പെയർ. എല്ലാത്തിൻ്റെ റീസൺ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതി പോണേ. 5x + 7x = 180. 12x = 180. x = 180/12. ഇത് നമുക്ക് ചെയ്ത് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 5x കണ്ടുപിടിക്കണം, 7x കണ്ടുപിടിക്കണം, ആംഗിൾ POR കണ്ടുപിടിക്കണം, ആംഗിൾ ROQ കണ്ടുപിടിക്കണം. നമ്മൾ മനസ്സിലായേ? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ആംഗിൾ POR നമുക്ക് 105 കിട്ടും, ആംഗിൾ ROQ നമുക്ക് ആംഗിൾ POR 75 കിട്ടും, ROQ നമുക്ക് 105 കിട്ടും. ബാക്കി നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം. ചെയ്തു കേട്ടോ. മനസ്സിലായി? നമുക്ക് ഒറിജിനൽ തന്നിരിക്കുന്ന റേഷ്യോ 5:7 എന്നാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 5x എന്നും 7x എന്നും വിളിച്ചു. അപ്പോൾ 5x + 7x = 180 എഴുതി. കാര്യം എന്താ? 5x 7x ചെയ്യുമ്പോൾ നമുക്ക് ലീനിയർ പെയറാണ് ഫോം ചെയ്യുന്നത്. ഒരു ലൈനെ വേറൊരു ലൈൻ കൊണ്ട് കട്ട് ചെയ്ത് അവിടെ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ 12x = 180, x = 180/12. x കൊണ്ട് നമ്മൾ നിർത്തരുത്. നമുക്ക് ശരിക്കും കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? 5x 7x. അത് സോൾവ് ചെയ്യണം. ബാക്കി എന്നിട്ട് ചെയ്തു. Example 2. ഒരു ശകലം പ്രയാസമാണ്, ശ്രദ്ധിച്ചിരിക്കണം. Ray OS stands on the line POQ. നമുക്ക് ആദ്യം POQ എന്ന് പറയുന്ന ലൈൻ ഉണ്ട്. അതിൽ OS എന്ന് പറയുന്ന ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. Ray OR and OT. OR and OT. Ray. ആദ്യം Ray OS stands on the line. OR and OT are the angle bisectors of POS and SO2 respectively. If angle POS = x, find angle ROT. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ആംഗിൾ ബൈസെക്ടർ? അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആംഗിൾ ബൈസെക്ടറിന്റെ മീനിങ് എന്താ? ഒരു ആംഗിൾ ഇപ്പോൾ 60 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ബൈസെക്ടർ നമ്മളിപ്പോൾ ഒരു ലൈൻ വരയ്ക്കുക, ഒരു ആംഗിൾ വരയ്ക്കുക. ഈ ആംഗിൾ ഞാനിപ്പോൾ ഒരു 60 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ ഓരോ ബൈസെക്ടർ ഓരോന്നും എത്ര ഡിഗ്രി വീതമായിരിക്കും? 30 ഡിഗ്രി വീതമായിരിക്കും. നോട്ട് ഇല്ല ചെയ്തിട്ട്. അതാണ് ആംഗിൾ ബൈസെക്ടറിന്റെ മീനിങ്. അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താ? ഈ റേ ഈ ആംഗിളിന്റെ ബൈസെക്ടറാ, ഈ റേ ഈ ആംഗിളിന്റെ ബൈസെക്ടറാ. നമുക്ക് ഒരേ ഒരു ഗിവൺ കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട്. ആംഗിൾ POS എന്ന് പറയുന്നത്, അതായത് ഇത്രയും ആംഗിൾ എന്ന് പറയുന്നത് x ഡിഗ്രിയാന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്ര ഡിഗ്രി ആയിരിക്കും? ബാക്കി ആംഗിൾ SOQ എന്ന് പറയുന്നത് ഇത്രയും ഡിഗ്രി എത്ര ഡിഗ്രി ആയിരിക്കും? എത്രയായിരിക്കും? 180 - x. അതായത് ആംഗിൾ SOQ എത്ര ഡിഗ്രി ആയിരിക്കും? 180 - x. കാര്യം ഇത്രയും ഉണ്ടാകുന്ന ആംഗിൾ അല്ലേ നമുക്ക് 180 ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൽ മുകളിലുള്ള അത്രയും ആംഗിളിന്റെ സം എത്ര ആയിരിക്കും? നമുക്ക് 180 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം x ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 180 - x ആയിരിക്കും. 180 - x. ഇത്രയും നന്നായിട്ട് മനസ്സിലായേ? ഒരു ആംഗിൾ x ആണെങ്കിൽ ബാക്കി 180 - x. റീസൺ എന്താ? ലീനിയർ പെയർ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ നമുക്കറിയാവുന്ന ഒരു കണ്ടീഷൻ OR എന്ന് പറയുന്ന റേ ഒരു ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ ഒരു 60 ഡിഗ്രി ആണെന്നിരിക്കട്ടെ, x എന്ന് പറയുന്ന ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അങ്ങനെ ബൈസെക്ടർ എത്ര ആയിരിക്കും? 30 ഡിഗ്രി. നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? 60/2 ചെയ്തപ്പോൾ അല്ലേ കിട്ടിയത്? അതേപോലെ ഇത് ഇത്ര x ആണെങ്കിൽ ഓരോ ആംഗിൾ എത്ര ഡിഗ്രി വീതമായിരിക്കും? അതിൻ്റെ പകുതി, ഹാഫ്, x/2. അപ്പം ഞാൻ എഴുതുക ആംഗിൾ POR എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? x/2 ഡിഗ്രി. ആംഗിൾ ROS എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? x/2 ഡിഗ്രി. ഡൗട്ടില്ലേ അതിനകത്ത്? കാര്യം ആംഗിൾ ബൈസെക്ടർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ ആംഗിൾ അത്ര x ആയിരുന്നു, അതിൻ്റെ ബൈസെക്ടർ എത്ര വരും? x/2. അതേപോലെ നമുക്ക് SO2 നമുക്കറിയാം 180 - x ആണെന്നറിയാം. അപ്പം അതിൻ്റെ അതും ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. OT എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആംഗിൾ SOT എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു 180 - x. ഹാഫ് ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഹാഫ് ഇൻറ്റു 180 എന്ന് പറയുമ്പോൾ 90 - x/2. അങ്ങനെയെങ്കിൽ ആംഗിൾ
TOQ എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിൾ TOQ അതും 90 മൈനസ് എക്സ് ബൈ 2. ഡൗട്ട് ഉണ്ടോ? 180 മൈനസ് എക്സ് ആണ് ഇത്രയും ആംഗിൾ. OT എന്ന് പറയുന്ന ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഓരോ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് ഇൻറ്റു 180 മൈനസ് എക്സ് എത്ര കിട്ടി? 90 മൈനസ് എക്സ് ബൈ 2. ഇത് 90 മൈനസ് എക്സ് ബൈ 2. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്തോ ഫൈൻഡ് ആംഗിൾ ROT കാണാനായിരുന്നു ചോദ്യം. ROT എന്ന് പറയുന്ന ആരൊക്കെ ചേർന്നതാ? ROT എന്ന് പറയുന്ന ആരൊക്കെ ചേർന്നതാ? ROSഉം SOTയും കൂടെ ചേർന്നതാ. ആംഗിൾ ROT എന്ന് പറയുമ്പോൾ ആംഗിൾ ROS പ്ലസ് ആംഗിൾ SOT. ആംഗിൾ ROS നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? എക്സ് ബൈ 2 എന്ന് കിട്ടി. പ്ലസ് ആംഗിൾ SOT ഇപ്പോൾ നമുക്ക് കിട്ടി. എത്രയാ? 90 മൈനസ് എക്സ് ബൈ 2 എന്ന് കിട്ടി. ഇത് കട്ടായി ആൻസർ എത്ര കിട്ടി? നമുക്ക് 90 ഡിഗ്രി കിട്ടി. മനസ്സിലായി? ശകലം പ്രയാസമുണ്ട്, എളുപ്പം മനസ്സിലാക്കാനും. ഇത് ഗിവൺ കണ്ടീഷൻ ആയിരുന്നു എക്സ് ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ലീനിയർ പെയർ വെച്ചിട്ട് ഇത് 180 മൈനസ് എക്സ് എന്ന് എഴുതി. നമ്മൾ OR എന്ന് പറയുന്നത് നമുക്കറിയാം ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പോൾ ഓരോന്നും എത്ര ഡിഗ്രി വീതമായിരിക്കും? എക്സ് ബൈ 2 എക്സ് ബൈ 2. OT എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണെന്നറിയാം. അപ്പോൾ 180 മൈനസ് എക്സിന്റെ ഹാഫ് എടുത്ത് ഹാഫ് ഇൻറ്റു 180 മൈനസ് എക്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 90 മൈനസ് എക്സ് ബൈ 2. ഈ ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2, ഈ ആംഗിൾ 90 മൈനസ് എക്സ് ബൈ 2. കണ്ടുപിടിക്കേണ്ട ROT ആയിരുന്നു. ROT എന്ന് പറയുമ്പോൾ ആരൊക്കെ ചേർന്നതാ? ROSഉം SOTയും കൂടെ ചേർന്നതാ. അപ്പം എക്സ് ബൈ 2 പ്ലസ് 90 മൈനസ് എക്സ് ബൈ 2. എക്സ് ബൈ 2 മൈനസ് എക്സ് ബൈ 2 പോയി ആൻസർ കിട്ടി 90 ഡിഗ്രി. ചെയ്തു. എക്സാമ്പിൾ 3 നോക്കിയോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. എന്താ പറഞ്ഞേക്കുന്നത്? OP, OQ, OR, OS are 4 rays. Then prove that angle POQ plus angle QOR plus angle SOR plus angle POS equal to 360 degree നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. POQ plus angle QOR plus angle SOR plus angle POS equal to 360 degree എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത് എക്സ്ട്രാ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുക. നമ്മൾ ഇവിടെ ഈ ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ T എന്ന് മാർക്ക് ചെയ്യുക. നമുക്ക് ബേസ് ലൈൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അങ്ങനെ ലീനിയർ പെയർ എടുക്കാൻ വേണ്ടിയാണ്. നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ ഇതിപ്പോൾ ഒരു ബേസ് ലൈൻ ആയില്ലേ? ഒരു ലൈനിന് മുകളിലുണ്ടാകുന്ന ആംഗിളിൻ്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്ക് 180 ആയിരിക്കുമല്ലോ. അതേപോലെ ആ ബേസ് ലൈന് താഴെ ഉണ്ടാകുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കുമല്ലോ. ലീനിയർ പെയർ വെച്ചിട്ട് നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ TOP പ്ലസ് ആംഗിൾ POQ ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 1. ഡൗട്ടില്ലേ? ഇതൊരു ബേസ് ലൈൻ ആയിട്ട് എടുത്തേ. T2 എന്ന് പറഞ്ഞ ബേസ് ലൈൻ. അതിന് മുകളിലുണ്ടാകുന്ന ആംഗിളിൻ്റെ സം 180 ഡിഗ്രി. അപ്പോൾ താഴെ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് താഴെ സെക്കൻഡ് ഇക്വേഷൻ ആംഗിൾ TOS പ്ലസ് ആംഗിൾ SOR പ്ലസ് ആംഗിൾ ROQ ഈക്വൽ ടു 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 2.
അത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം നമുക്ക് ആവശ്യം ഈക്വൽ ടു 360 എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്യുക. നമ്മൾ ആംഗിൾ 1+2 നമ്മൾ ചെയ്യുക. നമ്മൾ അപ്പം ആംഗിൾ POP പ്ലസ് ആംഗിൾ POQ പ്ലസ് ആംഗിൾ TOS പ്ലസ് ആംഗിൾ SOR പ്ലസ് ആംഗിൾ ROQ ഈക്വൽ ടു 360 ഡിഗ്രി. ഞാൻ കുറച്ചൊരു കമ്പയർ ചെയ്തേ. ആംഗിൾ POQ ഉണ്ട് നമുക്ക്, ശരിയായി. ആംഗിൾ QOR അവിടെ നിൽക്കട്ടെ. ആംഗിൾ SOR അതുണ്ട്. ആംഗിൾ POS, ആംഗിൾ ROQ അത് നമുക്കുണ്ട്. നോക്കി, TOP പ്ലസ് TOS പകരം എനിക്ക് എന്ത് എഴുതാം? POS എന്ന് എഴുതാമല്ലോ. അത്രേ ഉള്ളൂ. നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ആംഗിൾ TOPക്കും ആംഗിൾ TOSനും പകരം ഞാൻ എന്ത് എഴുതി? ആംഗിൾ POS എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടേണ്ടത് അത് കിട്ടി നമുക്ക്. ആംഗിൾ POQ പ്ലസ് ആംഗിൾ QOR പ്ലസ് ആംഗിൾ SOR പ്ലസ് ആംഗിൾ POS ഈക്വൽ ടു 360 ഡിഗ്രി. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? E2 ഒരു ബേസ് ലൈനായിട്ട് എടുത്തു. അതിന് മുകളിലുള്ള രണ്ട് ആംഗിളിൻ്റെ സം നമ്മൾ 180 എഴുതി. അതിന് താഴെ നമുക്ക് എത്ര ആംഗിൾ ഉണ്ട്? 3 ആംഗിൾ ഉണ്ട്. ആ 3 ആംഗിളിൻ്റെ സം നമ്മൾ എത്ര എഴുതി? 180 എഴുതി. അടുത്ത രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ നമുക്ക് എക്സ്ട്രാ രണ്ട് ടേമും കൂടെ നമ്മുടെ ക്വസ്റ്റിനിൽ കയറി വന്നു. അതിന് പകരം നമുക്ക് എന്ത് ചെയ്തു? ആഡ് ചെയ്ത് ഒരുമിച്ച് POTക്കും TOSനും പകരം നമ്മൾ എന്ത് എഴുതി? POS എന്ന് എഴുതി. അത്രേ ഉള്ളൂ. ചെയ്തു. ചെയ്യാൻ പറ്റും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത നമുക്ക് എക്സസൈസ് 6.1 സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചു. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ എഴുതി ഫിഗർ വരയ്ക്കും. AB is a line. CD intersect each other at O. If angle AOC plus angle BOE equal to 70 degree, angle BOD equal to 40 degree. നമുക്ക് ഇത് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഗിവൺ കണ്ടീഷനാ 40 ഡിഗ്രി. ഫൈൻഡ് ബി ആംഗിൾ BOE കണ്ടുപിടിക്കണം. ആംഗിൾ BOE കണ്ടുപിടിക്കണം. ആൻഡ് റിഫ്ലക്സ് ഓഫ് ആംഗിൾ COE, COEയുടെ റിഫ്ലക്സും കണ്ടുപിടിക്കണം നമുക്ക്. ഇനി നമുക്കറിയാം ആംഗിൾ AOC പ്ലസ് ആംഗിൾ BOE 70 ഡിഗ്രി എന്നറിയാം. അതായത് ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഡിഗ്രി തന്നിട്ടുണ്ട്? നമുക്ക് 70 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ശ്രദ്ധിക്കുക. നമുക്ക് DOB നമുക്ക് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വേറൊരു ആംഗിളിനെ എഴുതാൻ പറ്റും. നമുക്ക് ഏതെന്ന് പറയാമോ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ വെച്ചിട്ട് ആംഗിൾ AOC നമുക്ക് എത്ര പറയാം? 40 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ നമുക്ക് ആംഗിൾ AOC എനിക്ക് എത്ര പറയാം? 40 ഡിഗ്രി പറയാം. റീസൺ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. എല്ലാത്തിനും റീസൺ എഴുതി തന്നെ നമ്മൾ പോകണം കേട്ടോ. അപ്പൊ ഇത് നമുക്ക് 40 ഡിഗ്രിന് കിട്ടിയേ. പിന്നെ നമുക്കറിയാം ആംഗിൾ AOCയും ആംഗിൾ BOEയുടെ സം നമുക്ക് 70 ആണെന്നറിയാം. അപ്പൊ ഇത് ഓൾറെഡി 40 ആയി. അപ്പൊ ഇനി ബാക്കി എത്ര ആയിരിക്കും? ഇത് 30 അല്ലേ ആവത്തുള്ളൂ. ഇതപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഡിഗ്രി. ആംഗിൾ BOE എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്ക് 30 ഡിഗ്രി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് COEയുടെ റിഫ്ലക്സ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 40 ആയി 30 ആയി. അങ്ങനെ നമുക്ക് ആംഗിൾ COE കണ്ടുപിടിക്കാമല്ലോ. ആംഗിൾ COE കാര്യം ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180. റീസൺ എന്താ? ലീനിയർ പെയർ. അപ്പോൾ 40 + 30 70 ആയി. ബാക്കിയായിരിക്കും നമുക്ക് ആംഗിൾ COE എന്ന് പറയുന്നത്. അപ്പോൾ 180 - 70 ചെയ്യണം. 110 ആയിരിക്കും നമ്മൾ COE എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടേ? ഇവിടെ പറയാം നമുക്ക് DOB നമുക്ക് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഗിവൺ കണ്ടീഷനാ. അത് വെച്ചിട്ട് ഞാൻ AOC എഴുതി 40 ഡിഗ്രി. റീസൺ എന്താ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. പിന്നെ നമുക്ക് AOCയും BOEയുടെ സം നമുക്ക് 70 ആണെന്ന് അറിയാമല്ലോ. ഇത് 40 ആയി കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും ഇവിടെ വരുന്നത്? 30 ഡിഗ്രി ആയിരിക്കും നമുക്ക്. പിന്നെ നമുക്കറിയാം ഒരു ലൈന് മുകളിലുണ്ടാകുന്ന ആംഗിളിന്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇത് 40 + 30 70 മാറി. ബാക്കി ഇനി എത്ര നമുക്കുള്ളത്? 110. ആംഗിൾ COE നമുക്ക് 110 കിട്ടി. പക്ഷെ നമുക്ക് COE അല്ല ചോദിച്ചിരിക്കുന്നത്, റിഫ്ലക്സ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആംഗിളിന്റെ റിഫ്ലക്സ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360 ആംഗിൾ കുറച്ചാൽ മതി കേട്ടോ.
അപ്പോൾ റിഫ്ലക്സ് ഓഫ് ആംഗിൾ COE ചോദിക്കുക. റിഫ്ലക്സ് ഓഫ് ആംഗിൾ COE എന്ന് പറയുമ്പോൾ 360യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന ആംഗിൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എഴുതുന്നതായിരിക്കും അതിൻ്റെ റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചെയ്തു. എന്നിട്ട് സെക്കൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കും. Second question. Line XY and MN intersect each other at O. XY and MN intersect each other at O. If angle POY എന്ന ലൈൻ ഉണ്ട്, അത് നമുക്ക് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രി. And angle A is to angle B, 2:3. Find C. C യും കണ്ടുപിടിക്കണം നമുക്ക്. നോക്കൂ, നോക്കോണേ. നമുക്ക് ആംഗിൾ POY നമുക്ക് 90 ഡിഗ്രി ഗിവൺ കണ്ടീഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ POX എത്ര ഡിഗ്രി ആയിരിക്കും? ആംഗിൾ POX എത്ര ഡിഗ്രി ആയിരിക്കും പറയാവോ? എത്രയാ? 90 ഡിഗ്രി ആയിരിക്കും നമുക്ക്. കാര്യം എന്താ? ലീനിയർ പെയർ. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ബാക്കിയുള്ള ആംഗിൾ ആയിരിക്കുമല്ലോ വരുന്നത്. POX 90 ഡിഗ്രി. പിന്നെ A:B നമുക്ക് A:B റേഷ്യോ നമുക്കറിയാം 2:3 ആണ്. A:B നമുക്കറിയാം 2:3 ആണ്. അപ്പോൾ ആംഗിൾ A എത്ര ഡിഗ്രി ആയിരിക്കും? 2x. ആംഗിൾ B എത്ര ഡിഗ്രി ആയിരിക്കും? 3x. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ 2x + 3x ഈക്വൽ ടു നമ്മൾ ശ്രദ്ധിക്കണം. 2x + 3x ഈക്വൽ ടു 180 അല്ലേ ഇവിടെ നമ്മൾ എഴുതുന്നത്. 2x ഉം 3x ഉം ചേരുമ്പോൾ എത്ര ഡിഗ്രി നമുക്ക് കിട്ടുന്നത്? 90 ഡിഗ്രിയാണ്. 2x + 3x ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ 5x ഈക്വൽ ടു 90 ഡിഗ്രി. x ഈക്വൽ ടു 90/5 ആണ്. ചെയ്യാലോ? നമുക്ക് x കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ A, ആംഗിൾ B. പിന്നെ നമുക്ക് C കിട്ടണം. C എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, MN എന്ന് പറയുന്നത് ബേസ് ലൈൻ അല്ലയോ, അതിന് മുകളിൽ കിടക്കുന്ന ആംഗിൾ അല്ലയോ ബിയും സിയും അല്ലേ? അപ്പോൾ ആംഗിൾ B + ആംഗിൾ C എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് B ഇപ്പോൾ കിട്ടി. പിന്നെ നമ്മൾ ആംഗിൾ C 180 ഡിഗ്രി C കണ്ടുപിടിച്ചൂടെ നമുക്ക്? അപ്പം x നമ്മൾ കണ്ടുപിടിച്ചു. x കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത്, ബാക്കി നമ്മൾ ചെയ്യണം. അത് നിങ്ങൾ ചെയ്യണം കേട്ടോ. x കിട്ടിയല്ലോ. x കിട്ടിയ ആംഗിൾ A നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? 2x. ആംഗിൾ B കണ്ടുപിടിക്കാം. എങ്ങനെ? 3x. നമ്മുടെ A യും B മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ആംഗിൾ C എന്ന് ചോദിച്ചിട്ടുണ്ട്. C കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കിക്കേ, MN എന്ന് പറയുന്ന ഒരു ലൈൻ അല്ലേ? ആ ലൈന് മുകളിൽ കിടക്കുന്ന ആംഗിളുകൾ ഏതൊക്കെയാ? ആംഗിൾ ബിയും ആംഗിൾ സിയും. അപ്പോൾ ആംഗിൾ B + ആംഗിൾ C എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ലീനിയർ പെയർ. അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ C കണ്ടുപിടിക്കാം. ശരി. തേർഡ് ക്വസ്റ്റ്യൻ അത്ര ഇതൊന്നും ഇല്ല, അത് പിന്നെ നമുക്ക് പറയാം കേട്ടോ. ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതിക്കും. ഇൻ ദ ഫിഗർ if x + y = w + z
പ്രൂവ് ദാറ്റ് AOB ഈസ് എ ലൈൻ. നമുക്ക് AOB ഒരു ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ നമുക്ക് ലൈനാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? അതിന് ഇപ്പം അതായത് ഇപ്പം നമുക്ക് AOB ലൈനാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് മുകളിലുള്ള ആംഗിൾ ഒന്നെങ്കിൽ x+y നമുക്ക് 180 കൊണ്ടുവരണം, അല്ലെങ്കിൽ w+z നമുക്ക് 180 കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ AOB ലൈനാണ് ഉള്ളത്. ലിയർ എവിടെ നമുക്ക് ഫോം ചെയ്യുന്നത്? ഒരു ലൈനിലല്ലേ ഫോം ചെയ്യുന്നത്. അപ്പം കോൺവേഴ്സിന് നമുക്ക് എന്ത് പറയാം? ഈ അഡ്ജസൻറ്റ് ആംഗിൾസിൻ്റെ സം നമുക്ക് 180 ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഒരു ലൈൻ ആയിരിക്കും നമുക്ക് പറയാം. ഗിവൺ കണ്ടീഷൻ നമുക്കറിയാം x+y = w+z എന്നറിയാം നമുക്ക്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പോയിന്റിന് ചുറ്റും ഉണ്ടാവുന്ന ആംഗിളിൻ്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഒരു പോയിന്റിന് ചുറ്റും ഉണ്ടാവുന്ന ഒരു സർക്കിൾ പോലെ ഉണ്ടാവുന്ന ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പോൾ എഴുതാം നമുക്ക്. അപ്പോൾ ഈ O എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണെങ്കിൽ ഈ O എന്ന് പറയുന്ന പോയിന്റ് ചുറ്റും ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സം എത്രയായിരിക്കും? 360 ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? x+y+w+z = 360 ഡിഗ്രി. റീസൺ എഴുതിയിട്ടു സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ഈക്വൽ ടു 360 ഡിഗ്രി. സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ x+y+w+z = 360 ഡിഗ്രി. നമുക്ക് w+z പകരം നമുക്ക് x+y എന്ന് കൊടുക്കാമല്ലോ. ഞാനപ്പോൾ x+y അതേപോലെ തന്നെ എഴുതി. w+z പകരം ഞാൻ എന്ത് ചെയ്യുക? x+y എന്ന് എഴുതുക. x+y = 360 ഡിഗ്രി. x+x 2x, y+y 2y = 360 ഡിഗ്രി. 2 കോമൺ എടുക്കുക. x+y = 360 ഡിഗ്രി. x+y മാത്രം ഇവിടെ മതി. 2 അപ്പുറത്ത് പോകുമ്പോൾ /2. 360/2 എത്ര കിട്ടി? 180 ഡിഗ്രീന് കിട്ടി. കണ്ടോ? നമുക്കൊരു ലൈനിന് മുകളിലുള്ള രണ്ട് ആംഗിളിൻ്റെ സം നമുക്ക് 180 ഡിഗ്രീന് കിട്ടി. സോ AOB ഈസ് എ ലൈൻ. therefore AOB ഈസ് എ ലൈൻ. AOB ഈസ് എ ലൈൻ. റീസൺ എന്താ? മനസ്സിലായി എന്നിട്ട് നമുക്ക് സം ഓഫ് ഓൾ ദ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് 360 ആണെന്നറിയാം. അതുകൊണ്ട് നമ്മൾ x+w+y+z = 360 എന്ന് എഴുതി. w+z പകരം നമുക്ക് എന്ത് കൊടുക്കാം? x+y എന്ന് കൊടുക്കാം. x+y+x+y = 360 ഡിഗ്രി. 2x+2y = 360 ഡിഗ്രി. 2 കോമൺ എടുത്ത് x+y = 360 ഡിഗ്രി. x+y = 360/2 180 ഡിഗ്രി. ലൈൻ എന്ന് പറയാം. റീസൺ എന്താ? ഇഫ് ദ സം ഓഫ് adjacent angles is 180 degree, then the non-adjacent arm of the angles form a line. റീസൺ എന്ന് മതി. if the sum of two adjacent angles is 180 degree, then AOB is a line എന്ന് എഴുതിയാൽ മതി. എഴുതി. Next, fifth question. In figure, POQ is a line. POQ is a line. Ray OR is the perpendicular to the line. OR perpendicular ആണ് പറഞ്ഞിട്ടുണ്ട്. OR 90 ഡിഗ്രി. അപ്പോൾ ഇത് OR perpendicular to the line PQ. OS is another ray lie between OP and OR. OP ക്കും OR നും between ആയിട്ട് ആരുണ്ട്? OS ഉണ്ട്. നമുക്ക് പ്രൂവ് ദാറ്റ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? ആംഗിൾ ROS = ഹാഫ് ആംഗിൾ QOS മൈനസ് ആംഗിൾ POS. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമാണ്. നോക്കാം. നമുക്ക് ഗിവൺ കണ്ടീഷൻ എന്താ? RO പെർപെൻഡിക്കുലർ ആണെന്നറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ആംഗിൾ ROQ = ആംഗിൾ POR = 90 ഡിഗ്രി അല്ലേ? OR പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സമ്മും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളിൻ്റെ സമ്മും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി അല്ലേ? അപ്പം നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ ആദ്യം അങ്ങ് എഴുതി. എന്താ? ആംഗിൾ ROQ + ആംഗിൾ ROP = 90 ഡിഗ്രി. ഇനി നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. ഇത് നമുക്ക് ടു പ്രൂവ് നമുക്കിതാ. പ്രൂവ് നമുക്ക് ആരൊക്കെ ആവശ്യമുണ്ടോ നോക്കിക്കേ. QoS വേണം, POS വേണം. നമുക്ക് ആദ്യം QoS നമുക്ക് എടുക്കാം. ഇത് നമുക്ക് അറിയാവുന്ന ഗിവൺ കണ്ടീഷനാണ്. ഗിവൺ
പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നോക്കുക. ക്വസ്റ്റ്യന് വേണ്ട ഓരോന്നിനും നമ്മൾ ഇങ്ങനെ എടുക്കുക. ആദ്യം ആംഗിൾ QoS നമ്മൾ ഇങ്ങനെ എടുക്കുക. QoS എനിക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ QOR പ്ലസ് ആംഗിൾ ROS എന്ന് എഴുതാമല്ലോ. ഡൗട്ട് ഉണ്ടോ? QoS എന്ന് പറയുമ്പോൾ QORഉം ROSഉം കൂടെ ചേരുന്നതാണ്. അടുത്ത് നമുക്ക് വേണ്ട അറിയാം ആംഗിൾ POS. POS എനിക്ക് എങ്ങനെ എഴുതാം? PORൽ നിന്നും SOR കുറയ്ക്കുന്നതല്ലേ POS എന്ന് പറയുന്നത്. POS എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? PORൽ നിന്നും SOR കുറയ്ക്കണം. ആംഗിൾ POR മൈനസ് ആംഗിൾ SOR. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. നോട്ടില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാം ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ നോക്കും. നമുക്ക് എന്താണോ ആവശ്യമുള്ളതെന്നുള്ള ക്വസ്റ്റ്യനിലോട്ട് നോക്കി വേണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ QoS ആവശ്യമുള്ളത് നമ്മൾ അറിയാവുന്ന രീതിയിൽ എഴുതി. അടുത്തിട്ട് നമുക്ക് POS ആയിരുന്നു, അതിനെ നമ്മൾ എഴുതി. അടുത്ത എന്തോ ക്വസ്റ്റ്യനെ പറയുന്നത് ഇവരെ തന്നെ സബ്ട്രാക്ട് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് എന്ത് ചെയ്യുക? 1 - 2 ചെയ്യുക. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ചെയ്യുക. അപ്പോൾ എങ്ങനെ എഴുതാം? ആംഗിൾ QoS മൈനസ് ആംഗിൾ POS ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ആംഗിൾ QOR പ്ലസ് ആംഗിൾ ROS മൈനസ് എന്ത് വരും? നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കുകയാണെ മൈനസ് ആംഗിൾ POR മൈനസ് ആംഗിൾ SOR. സംശയമില്ലേ? രണ്ട് ആംഗിളോട് നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്ത് എഴുതി. ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 നമ്മൾ ചെയ്ത്. ഇത്രയും ഡൗട്ടില്ലേ? നോക്കും. മൈനസ് ആംഗിൾ POS ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ആംഗിൾ QOR പ്ലസ് ആംഗിൾ ROS മൈനസ് ആംഗിൾ POR മൈനസ് മൈനസ് പ്ലസ് പ്ലസ് ആംഗിൾ SOR എന്ന് പറഞ്ഞാൽ ROS എന്ന് എഴുതുക. നോക്കി, നമുക്കറിയാം QORഉം POR 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് QORഉം POR 90 ഡിഗ്രി പോയാൽ 90 മൈനസ് 90 0 കട്ടായി പോയില്ലേ? നമുക്ക് മനസ്സിലായോ? QORഉം PORഉം നമ്മൾ ഓൾറെഡി ആദ്യം എഴുതി വെച്ച 90 ഡിഗ്രി എന്നുള്ള കാര്യം. അതിന് ഇതിലിട്ട് കൊടുക്കുക. 90 മൈനസ് 90 അതങ്ങ് പോയി. പിന്നെ നമുക്ക് എന്താ ഉള്ളത്? ആംഗിൾ QoS മൈനസ് ആംഗിൾ POS ഈക്വൽ ടു ആംഗിൾ ROS പ്ലസ് ആംഗിൾ ROS വരുമ്പോൾ എന്ത് വരും? 2 ആംഗിൾ ROS. ക്വസ്റ്റിന് എന്തോ വേണ്ടത് നോക്കിയാൽ എനിക്ക് ROS മാത്രം മതി. 2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? ബൈ 2 എന്നാവത്തില്ലേ? ആൻസർ കിട്ടി നമുക്ക്. കണ്ടോ? ആംഗിൾ ROS ഈക്വൽ ടു ഹാഫ് ആംഗിൾ QoS മൈനസ് ആംഗിൾ POS. ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, വലിയ കാര്യമൊന്നും അല്ല ഞാൻ എഴുതിയേക്കുന്നത്. അത് നമ്മൾ ഗിവൺ കണ്ടീഷൻ ഒന്നുകൂടെ ഞാൻ പറയാം. ഗിവൺ കണ്ടീഷൻ നമ്മൾ 90 ഡിഗ്രി ഉള്ളതെന്ന് എഴുതി. പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോയപ്പോൾ എനിക്ക് QoSഉം വേണം POSഉം വേണം. QoSനെ ഞാനൊരു രീതിയിൽ എഴുതി, ആംഗിൾ POSനെ അടുത്ത രീതിയിൽ എഴുതി. പിന്നെ ക്വസ്റ്റ്യൻ പേര് തന്നെ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞു. രണ്ടും കൂടെ ഞാൻ സബ്ട്രാക്ട് ചെയ്ത് എഴുതി. ആൻഡ് ഇക്വേഷനോട് സബ്ട്രാക്ട് ചെയ്ത് ഇങ്ങനെ എഴുതി നോക്കിയപ്പോൾ പിന്നെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതി. QOR POR 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ 90 മൈനസ് 90 പോയി. പിന്നെ ROSഉം ഉള്ളത്. അങ്ങനെ 2 ROS എന്ന് എഴുതി. നമുക്ക് ROS മാത്രം മതി. 2 ഇപ്പുറത്ത് വരട്ടെ. 2 ബൈ 2 ഇത്രയേ ഉള്ളൂ. മനസ്സിലായേ? എഴുതിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഗർ മാത്രം ഞാൻ പറഞ്ഞുതരും, ബാക്കി നിങ്ങൾ ചെയ്യണേ.
It is given that angle XYZ equal to 64 degree. അപ്പോൾ നമുക്കൊരു ഇതിൻ്റെ മനക്കുന്നത് XY is produced to a point P. അപ്പോൾ XY എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. XY is produced to a point P-ലേക്ക് പ്രൊഡ്യൂസ് ചെയ്യും. Draw the figure from the given information. If ray YQ bisecting ZYP. അപ്പോൾ ZYP is given that angle XYZ. അപ്പോൾ ആദ്യം ഫസ്റ്റ് XYZ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് 64 degree. And XY is produced to a point P. Draw the figure from the given information. If ray YQ, അപ്പോൾ YQ എന്ന റേ ഉണ്ട് നമുക്ക്. YQ bisect ZYP. ZYPയെ ബൈസെക്റ്റ് ചെയ്യുന്നു. ഫൈൻഡ് ഓരോ ആംഗിളും കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് YQ ബൈസെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഇത് 64 ആണെങ്കിൽ ബാക്കി എത്ര ആയിരിക്കും? 180 - 64 ചെയ്യാലോ. ഇത് ബൈസെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ് കിട്ടുക? അതിൻ്റെ ഹാഫ് ആയിരിക്കുമല്ലോ ഇങ്ങോട്ട് പോകുന്നത്. അത് കണ്ടുപിടിക്കാമല്ലോ. പിന്നെ അതിന് റിഫ്ലക്ഷൻ ചോദിച്ചിട്ടുണ്ട്. റിഫ്ലക്സ് ആണെന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? 360യിൽ നിന്ന് ആംഗിൾ മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. മനസ്സിലായ ക്വസ്റ്റ്യൻ എന്താണ്? XY നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക പോയിന്റ് P, പിന്നെ XYZ 64 വന്നിട്ടുണ്ട്. നമുക്ക് YQ എന്ന റേ ബൈസെക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 64 ആണെങ്കിൽ എത്ര ആയിരിക്കും? 180 - 64. പിന്നെ ബൈസെക്ടർ പറഞ്ഞു, അപ്പോൾ ഹാഫ് ആയിരിക്കും പോകുന്നത്. അത് കണ്ടുപിടിച്ച് ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ പരമാവധി നമ്മൾ ക്വസ്റ്റ്യൻസിലെ ഫിഗർ നമ്മൾ കൂടുതലും നമ്മൾ തന്നെത്താൻ വരയ്ക്കാൻ ശ്രമിക്കണം. കാരണം തൻ്റെ ഇൻഫോർമേഷൻ വെച്ച് വരയ്ക്കാൻ നമ്മൾ പഠിക്കണം എന്നിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ നമ്മൾ X ഇവിടെ Y മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഫിഗർ Y അവിടെ X ഇവിടെയാണെങ്കിൽ നമുക്ക് ആകെ പ്രശ്നമാകും കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി വേണം ഫിഗർ വരയ്ക്കേണ്ടത്. മാക്സിമം നമ്മൾ തന്നെത്താൻ തന്നെ ഫിഗർ വരയ്ക്കാനും ശ്രമിക്കണം ഇതിലായിട്ട്. ഇത് ചെയ്യുക. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവാത്ത പോർഷൻ അവിടെ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് മാക്സിമം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ ഇൻഡിവിജ്വലായിട്ട് പറഞ്ഞു തരാറുണ്ട്. ഇന്നുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. ഈ എക്സസൈസ് കൊണ്ട് നമുക്ക് ക്ലാസ് നിർത്താം. ഇതെല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കണം. കാരണം ഇനിയുള്ള പോർഷൻസ് എല്ലാം നമുക്ക് ഇച്ചിരി പ്രയാസമോ പ്രോബ്ലം അല്ല. ഇതേപോലെ പ്രൂഫ് ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. ഇത് പക്ഷെ അത്ര വലിയ പ്രയാസമുള്ള ചാപ്റ്റർ അല്ല ഇനി വരാൻ പോകുന്ന വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം എല്ലാവരും ഈ ചാപ്റ്റർ ഇതുവരെയുള്ള നന്നായിട്ട് വീണ്ടും ചെയ്ത് പഠിക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഞാൻ പിന്നെ ഇൻഫോം ചെയ്യാം. ഒന്നെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും, അല്ലെങ്കിൽ സാറ്റർഡേ ആയിരിക്കും. ഓക്കെ, ശരി.